നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 86ാമത്തെ എപ്പിസോഡാണിത്. പ്രശസ്ത എഴുത്തുകാരനും നാടകകൃത്തും സർവകലാ വല്ലഭനുമായ ശ്രീ TN ഗോപിനാഥൻ നായരെക്കുറിച്ചിട്ടാണ് ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കവിതയും നാടകവും ഒക്കെയായി ധാരാളം കൃതികൾ എഴുതുകയും ആകാശവാണിയിലെയും ദൂരദർശനിലെയും പ്രൊഡ്യൂസറായി മാറുകയും ഒക്കെ ചെയ്ത ഒരു വലിയ പ്രതിഭ. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ കവിത എഴുത്ത് തുടങ്ങിയ ആ കാലഘട്ടത്തിൽ എൻ്റെ ആദ്യത്തെ 1-2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം പത്തായത്തിൽ നെല്ലിടാൻ പറ്റിയ ദിവസം എന്നുള്ളൊരു കവിതാ സമാഹാരം ആമുഖം എഴുതാൻ വേണ്ടി ബഡതയ്ക്കാട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ നേരിൽ കണ്ടുകൊടുക്കുകയും ഉണ്ടായി. അതിനുശേഷം ആഴ്ചകളും മാസങ്ങളും അദ്ദേഹത്തെ കാണാൻ നിരന്തരം ചെല്ലുകയാണ്. ഒരു 10-14 തവണയെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ചില അവസരങ്ങളിൽ നമ്മുടെ ചലച്ചിത്ര സംഗീത സംവിധായകനായ മോഹൻ സിത്താര അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ നടനും നാടകകൃത്തുമൊക്കെയായ ശ്രീ രവി വെള്ളത്തോളിനെ പലവട്ടം കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹം ചാരുകസേരയിൽ കണ്ണാടിയൊക്കെ വെച്ച് ബനിയനും നല്ല തേച്ച വടിവത്ത മുണ്ടുമുടുത്ത് ഇരിക്കുന്നതാണ് കാണാറ്. തൊട്ടടുത്തൊരു ചെറിയ മേശമേൽ നിറയെ പുസ്തകങ്ങളും ലെറ്ററുകളും അങ്ങനെ എഴുത്തിൻ്റെ ഒരു വലിയ ഭാണ്ഡം തന്നെ അവിടെ കാണാം. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. ഞാൻ കാണാൻ പോകുന്നതൊക്കെ ഉച്ചസമയത്താണ്. ഉച്ചസമയത്ത് അദ്ദേഹം വീട്ടിൽ കാണും. അപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു, സാർ, നടന്ന് ഞാൻ വലഞ്ഞു. അതെന്താ, ബസ്സിൽ വന്നൂടെ? നമ്മൾ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാവണ്ടേ, ഒരു കവിയല്ലേ എന്ന് ചിരിച്ചു. കവികളെല്ലാം കൂടുതലും ദരിദ്രവാസികളാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞേ, അയ്യോ അങ്ങനെ പറയരുതേ. ഞാൻ പറഞ്ഞ, സാറിന് ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉള്ളതുകൊണ്ട് സാറിനത് ഫീൽ ചെയ്യില്ല. ഇല്ലാത്തവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതൊന്ന് ചിരിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിലൊന്ന് പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. വളരെ പതുക്കെ ഒരു റോസാപ്പൂവിൻ്റെ പുറത്ത് നമ്മൾ തലോടുമ്പോൾ ഉണ്ടാകുന്നൊരു തോന്നലുണ്ടല്ലോ, അതുമാതിരി വളരെ പതുങ്ങിയ സ്വരത്തിൽ, എന്നെപ്പോലെ വളരെ ധൃതിയിലല്ല സംസാരിക്കുക, വളരെ പതുങ്ങിയ സ്വരത്തിൽ അദ്ദേഹം പറയും, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, കാലം ഇനിയും ഉണ്ടല്ലോ, ഇപ്പോൾ വളരെ യൗവനമല്ലേ. ഞാൻ പറഞ്ഞാൽ, അത് ശരിയാണ് സാർ, പക്ഷെ സാറിങ്ങനെ 2, 3, 4, 5 തവണ ഞാനിങ്ങനെ നടന്ന് തമ്പാനിൽ നിന്ന് ഇവിടം വരെ വരണമെന്നുണ്ടെങ്കിൽ 2, 2.5, 3 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടുന്ന് തിരിച്ച് നടന്ന് അങ്ങോട്ട് പോകണമെങ്കിലും അതുമുണ്ട്. അപ്പോൾ സാർ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായി. ഗദ്യ കവിതയാണല്ലേ? നമ്മൾ അതെ, വൃത്തവും അലങ്കാരവും ഒക്കെ ഉപയോഗിച്ച് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല സാർ, അങ്ങനെയും എഴുതാം. പക്ഷേ മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാനും പെട്ടെന്ന് ഹൃദയസ്ഥമാക്കാനും നല്ലത് എൻ്റെ കാഴ്ചപ്പാടാണ് ഗദ്യ കവിതയാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു. എന്താ സാർ, ഞാൻ പറഞ്ഞാൽ വല്ല തെറ്റുവല്ലോ ഉണ്ട്? ഇല്ല, ഇപ്പോൾ എഴുതുന്ന കവിതകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 1918 ഏപ്രിൽ 24 തിരുവനന്തപുരത്ത് ജനനം. 1943
BA ബിരുദം നേടി. മലയാള രാജ്യം ദിനപത്രത്തിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ്, ചീഫ് എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1958 ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിൽ നാടക സംവിധായകനായി. 1976 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. 1985 ആകാശവാണിയുടെയും ദൂരദർശൻ്റെയും എമിറേറ്റ്സ് പ്രൊഡ്യൂസറായി 3 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ നിയമിച്ചു. മുകളാഞ്ജലി, കളിത്തോണി, തിലകം എന്നീ കവിതാസമാഹാരങ്ങൾ, അകവും പുറവും, പരിവർത്തനം, ജനദ്രോഹി തുടങ്ങി നിരവധി കൃതികൾ. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ കൃതിയാണ് സാക്ഷി. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. 1999 മെയ് 24 81 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു 10 തവണ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇനി എനിക്ക് ക്ഷമയില്ല സാർ, ആ കയ്യെഴുത്ത് പ്രതി ഇങ്ങി തന്നാൽ ഒരു പ്രയാസമില്ലാതെ ഞാൻ കൊണ്ടുപോയി വേറെ ആരെങ്കിലും കൊണ്ട് എടുത്തിക്കാം. അപ്പോൾ വളരെ വിഷമത്തോടെ എൻ്റെ മുഖത്തുനിന്ന് നോക്കി. ഞാൻ ഇപ്പോൾ എഴുതിത്തരാം എന്ന് പറഞ്ഞ് പേന തുറന്ന് അവിടെ ഇരിക്കുന്ന പേപ്പറുകൾ ഒന്ന് പരതി. പേപ്പർ എടുത്ത് വെച്ച് എഴുതാൻ ശ്രീ എന്ന് എഴുതി കുത്തിട്ടപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോളാണത്. അദ്ദേഹം അത് അറ്റൻഡ് ചെയ്തു. ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. അത് പേഴ്സണലായിട്ടുള്ള ഒരു കോളാണ്. ഒരു 22 മിനിറ്റോളം അവിടെ ഇരുന്നിട്ടും ആ കോൾ നിലയ്ക്കുന്നില്ല. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല ഞാൻ കണ്ടു. അവിടെ കിടന്ന മാഗസീനുകളും പേപ്പറുകളും എല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി. ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി. അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഒരു ഗസ്റ്റ് വന്നിരിപ്പുണ്ട്, ഞാൻ കുറെ കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് പറഞ്ഞു, ക്ഷമിക്കണം മോനെ, ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരാളുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ശരി, അടുത്ത ആഴ്ച ഞാൻ ശരവണ് ആമുഖം എഴുതി തരും, തീർച്ച. നമ്മൾ തീയതിയും കൂടെ പറഞ്ഞത് നന്നായി. അപ്പോൾ ഒന്ന് ചിരിച്ചു. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം സാറ് പറഞ്ഞാലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. ശരി, അടുത്ത ബുധനാഴ്ച വരൂ. ശരി സാർ എന്ന് പറഞ്ഞ തൊഴുകയോടെ ഞാൻ ഇറങ്ങി. പിന്നെയും ദിവസങ്ങൾ നീണ്ടു. ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ പുറത്തവിടെ പോയിരിക്കുകയാണ്. അകത്തു നിന്നും ഹാളിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. ആര്, ശരവണ്ണോ? ഞാൻ പറഞ്ഞു, അതെ സാർ. മുഖം വല്ലാണ്ടായി. എന്തായാലും ഇന്ന് വീട്ടിൽ ആരുമില്ല, ഞാൻ ഫോൺ എടുക്കുന്നില്ല, ഞാൻ ഇപ്പോൾ തന്നെ എഴുതിത്തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും പേപ്പറും പേനയും എടുത്ത് എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ മകൻ രവി വെള്ളത്തുള്ള അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം വളരെ നിസ്സഹായനായി എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, എൻ്റെ മോനാ, എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ വീണ്ടും വന്ന് പുറത്തു വന്നിരുന്നു. അവർ തമ്മിൽ കുടുംബപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു, സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പേനയുടെ അടപ്പുകൊണ്ട് പേനയും അടപ്പും എടുത്ത് അടയ്ക്കാതെ അടുത്തുള്ള ആ മേശമേൽ വെച്ചു. കുഞ്ഞെ, എന്നോട് ക്ഷമിക്കുക, എനിക്ക് എന്തോ ഇന്ന് മനസ്സൊട്ടും ശരിയല്ല, എനിക്ക് എഴുതാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം മുൻപ് എഴുതാനെടുത്തപ്പോൾ അപ്പോൾ ഒരു കോൾ വന്നു, കുറേ സമയം കഴിഞ്ഞു, അതോടുകൂടി ആ മൂഡ് ഔട്ടായി. ഇപ്പോൾ എഴുതാനായിട്ട് സമയവും സംഗതിയും സന്ദർഭവും എല്ലാം ഒത്തു വന്നപ്പോൾ കുടുംബപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, കുഞ്ഞിനറിയാമല്ലോ,
മനസ്സ് പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്ത് വേണം എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹം തലയിൽ കൈവച്ച് ചാരികസേരയിട്ട് ചാഞ്ഞു കിടന്നു. ഒരു 3-4 മിനിറ്റ് എനിക്കൊന്നും പറയാനേ കഴിഞ്ഞില്ല ശരിക്കും. ഒടുവിൽ അവിടെ ഇരുന്ന എൻ്റെ ആ കവിതാ സമാഹാരത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി ഞാൻ എടുത്ത് എൻ്റെ സഞ്ചിയിൽ വെച്ചിട്ട് പറഞ്ഞു, വേണ്ട സാർ, ഞാൻ ആരെങ്കിലും കൊണ്ട് എഴുതിച്ചോളാം. അപ്പോഴും എന്താണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ കണ്ഠമിടറി. ഞാൻ ഒരുപാട് നടത്തിച്ചു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാരമില്ല സാർ, എല്ലാം സാഹചര്യങ്ങളാണ്, നമ്മളെ എന്തും ആക്കി തീർക്കുന്നത് സാഹചര്യങ്ങളാണ്. അപ്പോൾ ഒരു എഴുത്തുകാരനെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങയുടെ പൊസിഷൻ, അങ്ങയുടെ പ്രവർത്തന ശൈലി, അങ്ങയുടെ പ്രവർത്തന രീതികൾ, ഇതൊക്കെ നോക്കുമ്പോൾ ഒരു അവതാരികയോ ആമുഖമോ എഴുതുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല സാർ. എന്നാലും ശരവണ്ണെ ഞാൻ എത്ര തവണയാണ് വിളിച്ചു വരുത്തിയത് ഇത് എഴുതിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പ്രശ്നമല്ല സാർ എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് കുറച്ച് നാരങ്ങ വെള്ളം എടുത്തുകൊണ്ട് തരാം. എഴുതിക്കാൻ ഭാവിക്കുമ്പോൾ കൈക്ക് നല്ല വിറയൽ അനുഭവപ്പെടുന്നു. ഞാനൊന്ന് താങ്ങി. ഞാൻ പറഞ്ഞു, വേണ്ട സാർ. അപ്പം ഞാൻ പുറത്തോട്ടിറങ്ങി മഹാകവി MV അപ്പൻ സാറിനെ കൂടെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ അവിടെ സ്ഥിരം ചെല്ലുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് നാരങ്ങ വെള്ളമാണ്. അപ്പം ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഉള്ളിൽ ഭയങ്കരമായ വിഷമവും വ്യഥയുമുണ്ട്. കാരണം ഒരു 10-12 പ്രാവശ്യമാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നത്. എന്നിട്ട് അതിന് ആമുഖം എഴുതി കിട്ടിയുമില്ല. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയാണ് ഓരോ സാഹിത്യകാരന്മാരെയും കാണാനും അവരുമായിട്ട് കണ്ട് സംസാരിക്കാനും 100 തവണ കയറി ഇറങ്ങിയോ ഒക്കെയാണ് ഒരു ആമുഖമോ അവതാരികയോ എഴുതി നമ്മുടെ ഒരു സൃഷ്ടിയുടെ കൂടെ ചേർക്കുന്നത്. അത് നമ്മുടെ കവിതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിക്ക് കിട്ടുന്ന ഒരു കണ്ഠാഭരണമാണ് അത്. നമ്മുടെ അറിവുകേടുകളും ചിന്തകളും എല്ലാം മറ്റുള്ളവരുടെ മനസ്സിൽ എങ്ങനെ തരംഗം സൃഷ്ടിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മളറിയുമ്പോൾ നമ്മുടെ പുതിയ പുതിയ സൃഷ്ടികൾക്ക് ആക്കം കൂടും, അർത്ഥതലം കൂടും, അതിന് ഒരുപാട് മാറ്റങ്ങൾ വരും. അതാണ് ഈ ആമുഖമോ അവതാരികയോ വിമർശനമോ ഒക്കെ ചേർക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം. അങ്ങനെ ഏകദേശം ഒരു 5-10 മിനിറ്റ് അവിടെ ഇരുന്നു. മനസ്സ് അദ്ദേഹത്തിൻ്റെ വളരെ അസ്വസ്ഥമാണ്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇറങ്ങട്ടെ, അതാ ഞാൻ കുറേ സമയം കൂടെ രവി വരുന്നവരെ ഞാൻ കാത്തിരിക്കണോ? ഇല്ല കുഞ്ഞ്, നീ ഇരിക്കേ, എനിക്ക് എന്തോ അത്ര സമാധാനമില്ലാത്ത പോലെ. ഞാൻ പറഞ്ഞു, എന്താണ്, കുടുംബ പ്രശ്നമാണെങ്കിൽ പറയണ്ട സാർ. അതല്ല, ഔദ്യോഗിക ജീവിതത്തിലെ ചില കാര്യങ്ങളാണ്, ചില പ്രോഗ്രാമുകളുടെയും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ചില കാര്യങ്ങളാണ്. എല്ലാം നാം ചിന്തിക്കുന്ന മാതിരി മുന്നോട്ട് പോകില്ലല്ലോ. അതിന് തടസ്സങ്ങളും മറ്റുമുണ്ടാവും. പിന്നെ നമ്മുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും തമ്മിൽ ഒത്തുചേരണമെന്നുമില്ലല്ലോ. എന്തോ ഒരു വല്ലായ്മ. കുഞ്ഞെ ഇരിക്കൂ, നീ നിൻ്റെ പുസ്തകം എടുത്തുവല്ലേ? ഞാൻ പറഞ്ഞു, അതെ സാർ, എനിക്ക് ശരിക്കും വിഷമമുണ്ട് എഴുതിത്തരാൻ കഴിയാത്തതിൽ. എൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാവും, നീ ഒരു വലിയ എഴുത്തുകാരനാവും, തീർച്ചയാണത്. മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ ലോക സാഹിത്യത്തിൽ നിനക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയും. എല്ലാ അനുഗ്രഹങ്ങളും എൻ്റേത് നിനക്കുണ്ടാവും, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് കൈ ഉയർത്തി എൻ്റെ തലയിൽ വെച്ചു. ശരിക്കും ഒരു വല്ലാത്ത ഫീൽ തോന്നി. ഞാൻ പറഞ്ഞത്, സാറിൻ്റെ വാക്കുകൾ തന്നെ മതി, അതുതന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹവും. പിന്നെ എല്ലാം സാഹചര്യങ്ങളല്ലേ സാർ.
ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദിവ്യ വള്ളത്തോൾ വീട്ടിലെത്തി. ഒരു വാടിയ മുഖവുമായിട്ടാണ് വന്ന് കയറുന്നത്. എന്നെ കണ്ട് ഒന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, രവി വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അച്ഛൻ എന്തോ കാര്യങ്ങളാൽ ചെറിയ പ്രയാസത്തിലാണെന്ന് തോന്നുന്നു. അതെ ശരവണ, അതെ. അപ്പോൾ രവി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഞാൻ ഇറങ്ങട്ടെ എന്ന് ഇരുവരോടും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈകളിൽ തൊഴുതു. ഇറങ്ങാൻ സമയം അദ്ദേഹം പതുക്കെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് കണ്ണിൽ തിരികെ കണ്ണാടിയെടുത്ത് വാതിൽക്കൽ നിന്ന് ഇങ്ങനെ നോക്കി നിന്ന് വളരെ നിസ്സഹായനായി. ആ ഒരു ഫ്രെയിമാണ് എൻ്റെ മനസ്സിൽ. തൊഴുകൈയോടെ അവിടെ നിന്ന് ഇറങ്ങി ഗേറ്റിൻ്റെ കുറ്റിയിട്ട് നടക്കാൻ ഭാഗ്യങ്ങൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്. വളരെ നിസ്സംഗനായി വളരെ പ്രയാസത്തോടുകൂടി നിൽക്കുന്ന ആ രൂപമാണ് ഞാൻ ഒടുവിൽ കണ്ടത്. അവിടുന്ന് നേരെ ഞാൻ പോയത് മഹാകവി എം പി അപ്പൻ്റെ വീട്ടിലേക്കായിരുന്നു. മടങ്ങി വന്ന ശേഷം കുറേ നാളുകൾ കഴിഞ്ഞ് എൻ്റെ അഡ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വന്നു. ശരവണ, എന്നോട് ക്ഷമിക്കുമല്ലോ. ആ പുസ്തകത്തിന് അവതാരിക എഴുതാൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. നിർത്തട്ടെ. സ്വന്തം TN എന്ന് പറഞ്ഞൊരു കത്ത് വന്നു. ആ കത്ത് കിട്ടിയ ദിവസം സന്തോഷത്തിൻ്റെ പൂത്തിരി തെളിയുകയായിരുന്നു എൻ്റെ മനസ്സിൽ. ആ ദുഃഖം, അദ്ദേഹത്തെ അലട്ടിയ വിഷമം എല്ലാം ആ 2 വരികളിൽ നിറഞ്ഞു നിന്നു എന്നുള്ളതാണ്. കാലത്തിലൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും അദ്ദേഹം എൻ്റെ മനസ്സിൽ ഒരു വലിയ പ്രതിഭയായി, ഒരു വലിയ മനുഷ്യനായി ചിന്തയുടെ തേരിൽ മുന്നിലേക്ക് വരുന്നു എന്ന തോന്നലാണ് ഉളവാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഈ എപ്പിസോഡ് നിർത്തട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.